വരൂ. പുലി പായും എലി, പതുങ്ങും പുലി. ഭ്രാന്ത് പിടിച്ചൊരു നാട് തന്നെയാണിത്. നീ ഒരു എലിയാണോ അതോ പുലിയാണോ? നിങ്ങളെ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ. ഏത് സമയത്താണാവോ പാമ്പ് കടിച്ചത്? മുതലയും പുലിയും ആടും എല്ലാം കടിക്കാൻ വരുന്നു. ഓ, നിന്നെയായിരുന്നു പാമ്പ് കടിച്ചത്? പാമ്പ് തന്നെ കടിച്ചിരിക്കുന്നു. ഞാൻ കടിച്ചാൽ എന്താന്ന് ആലോചിക്കുകയാണോ? ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്കും ഭ്രാന്താണോ? നിങ്ങൾക്കുമെന്ന് പറഞ്ഞാൽ പറയാം. താഴെ കിരീടം തലയിൽ ചൂടിയ മഹാരാജാവിനെ കണ്ടു. അദ്ദേഹം കാക്കകളെ വളർത്തുന്നുണ്ട്, 2 മന്ത്രിമാരെയും. നിങ്ങൾ മഹാരാജാവിന്റെ ശത്രുവാണോ? എനിക്ക് അവനാണ് ശത്രു. അല്ല, ഈ ഇലയ്ക്കുള്ള ധൈര്യം പോലും ഇല്ലാത്ത ഒരു ശത്രു. അവൻ എങ്ങനെയാണ് എന്നോട് പുലിയെ അഴിച്ചുവിട്ടത്? പറയാം. അദ്ദേഹം കൂടിനകത്ത് കയറിയിട്ട് പുലിയെ തുറന്നു വിട്ടിരിക്കുക. അതല്ലേ നാം നനച്ചത്. പുറത്ത് പുലിയുടെ അടുത്ത് നിൽക്കുന്ന പ്രതിമയ്ക്കും നിങ്ങൾക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എല്ലാ തരത്തിലും സാമ്യമുണ്ടല്ലോ. നാം തന്നെയാണ് ആ പ്രതിമ. വരൂ, നമുക്ക് രക്ഷപ്പെടാം. എന്തൊരു രാജ്യമാണിത്! ഈ യുവതികളെ ചങ്ങലക്കിട്ടിട്ട് പുലിയെ തുറന്നു വിട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട ഉത്തമ, നാം ഉള്ളപ്പോൾ ഭയം എന്തിന്? നിങ്ങളുണ്ട്. ഞാനില്ലാതെ പോകുമെന്നുള്ള ഭയമാണ് എനിക്ക്. എന്താ ഇങ്ങനെ ചിരിക്കാൻ മാത്രം ഇവിടെ ഉണ്ടായത്? ഇവിടെ അടുത്തെവിടെയോ പുലിയുണ്ട്. ശബ്ദം ഉണ്ടാക്കുന്നത് കേട്ടില്ലേ? പുലിയുടെ ഗന്ധവും വരുന്നുണ്ട്. നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലേ? ഇവിടെ എവിടെയോ പുലിയുടെ മണം വരുന്നു. പേടിച്ചു പോയി. നിങ്ങളായിരുന്നു. നിന്നുടെ തൂക്കം എന്താണ്? ഇതുവരെ കൃത്യമായിരുന്നു. അരമനയിലെ ആഹാരം കഴിച്ചിട്ടായിരിക്കും കൂടിയത്. എന്തിനാ ചോദിച്ചത്? നിന്നുടെ തൂക്കത്താൽ നമ്മുടെ ഇടുപ്പ് പൊട്ടുകയാണ്. ക്ഷമിക്കണം.
നിന്റെ ശരീരത്തിൽ ഒരു ചക്ക പോലെ ഞാൻ തൂങ്ങിക്കണം. സാരമില്ല. ക്ഷമിക്കണം. നീ താഴേക്ക് ഇറങ്ങിയത് പറയുന്നതെല്ലാം അനുസരിക്കുന്നല്ലോ. ഇത് നിങ്ങൾ വളർത്തുന്ന പുലിയാണോ? എന്താ പേര്? ഉത്തമ. ഓ, പുലിയുടെ പേരും ഉത്തമൻ എന്നാണ്. പുലിയുടെ പേര് പുളിയേര്. ഇയാളുടെ പേര് ഉത്തമൻ എന്നാണ്. എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ജനങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. നിന്നെ കുറിച്ച് ആ, എന്താണ് അറിയുന്നത്? മഹാരാജനുടെ കൈവെള്ളകൾക്കുള്ളിൽ താളമടിച്ച് കറങ്ങുന്നവനല്ലേ നീ? എന്തോ വലിയ മൃത്യുഞ്ജയനാണെന്നും ആ മന്ത്രം മഹാരാജനും ചൊല്ലി പഠിപ്പിക്കുവാൻ വന്നതാണെന്ന് സംസാരം. അങ്ങനെ ഒന്നും തന്നെയില്ല. എനിക്കൊരു മന്ത്രവും തന്ത്രവും അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിന്നുടെ തല കൊയ്യാമൽ വിടില്ല ആ മഹാരാജൻ. അത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷെ എങ്ങനെയാണ് രക്ഷപ്പെടുക അത് മാത്രം അറിയില്ല. കൂത്താടിക്ക് ചൊല്ലി പഠിപ്പിക്കണമെന്നുണ്ടോ? അഭിനയിച്ച് രക്ഷപ്പെട്ടോളൂ. അത് ശരി, എന്തായിട്ട് അഭിനയിക്കുക? മൃത്യുഞ്ജയനെ പോലെ. അത് ഞാനല്ലല്ലോ. അങ്ങനെ അഭിനയിച്ചാലും അവര് വിശ്വസിക്കണ്ടേ? വിശ്വസിപ്പിക്കാൻ കഴിയും. കടിക്കാൻ പാടില്ല. നാടിന് വേണ്ടി ജീവൻ ത്യാഗം ചെയ്യാൻ ധൈര്യമുണ്ടോ? ധൈര്യം വെച്ചോണ്ട് എന്ത് ചെയ്യാനാ? നാടോടി എങ്ങനെ നാട്ടുകാരെ രക്ഷിക്കാൻ പറ്റും. ചെയ്യുവാൻ തയ്യാറാണോ? തയ്യാറാണ്. പക്ഷെ നിങ്ങളില്ലാത്ത നേരത്തെങ്ങാനും നിങ്ങളുടെ പുലി എന്നെ കടിച്ചു കൊല്ലുമെന്നാ എന്റെ പേടി. നാടിനെ സംരക്ഷിക്കാമെന്ന് വാക്കു തരൂ. പുലി പൂച്ചയായി മാറും. ശരി, സമ്മതിച്ചു. സമ്മതിച്ചോ? ഇനി എന്റെ പുലിക്കുട്ടി നിന്റെ പൂച്ചക്കുട്ടി. പൂച്ച. ശരി ശരി ശരി. നിന്റെ കാല് രണ്ടും ഇതുപോലെ വെക്കുക. ഇത് കൈയല്ലേ? നിന്നുടെ കാൽ. അല്പം കൂടി. മിഴികൾ അടയ്ക്കുവിൻ. നിന്നുടെ മിഴികൾ. ഉത്തമ പറയുന്നത് പോലെ പ്രവർത്തിക്കൂ. ഭയപ്പെടാതെ മിഴികൾ തുറക്കുവിൻ. പുലി പോയി കളഞ്ഞല്ലോ. പുലി എങ്ങനെ ഇവിടെ വന്നു? എഴുന്നേൽക്കുവിൻ മകനെ. നിന്നോണ്ടിരിക്കുവല്ലേ? നാം പുലിയോടാണ് ചൊല്ലുന്നത്. സംസാരിക്കും. എഴുന്നേൽക്കുവിൻ മകനെ, എഴുന്നേൽക്കുവേ. അയ്യോ അയ്യോ, എനിക്ക് പേടിയാവുന്നു. ഞാൻ മരിച്ചു. എന്നെ പുലി കൊല്ലും. മൃത്യുഞ്ജയനാണോ ഇപ്രകാരം നടുങ്ങുന്നത്? നാട് കാക്കേണ്ട വീരൻ ഭയപ്പെടാൻ പാടില്ല. ഇല്ല. ഇരു കൈകൾ കൊണ്ട് പിടലിയെ ചുറ്റിപ്പിടി. പുലിയുടെ പിടലി. പിടിക്കാം. നീ വലിക്കുന്ന വശത്ത് തിരിയുന്ന പുലി. വലിക്കുവേ. അയ്യോ, പുലി തിരിയുന്നു. അതെ, പുലി പോകുന്നു. അയ്യോ, പുലി ഇപ്പോൾ നടക്കേണ്ടയോ? കുതിരയെ പോലെ തന്നെ. നിന്റെ കുതികാലെ ഇടുപ്പിൽ അമർത്തി പിടിക്കുവിൻ. പുലിയുടെ ഇടുപ്പിൽ. ധൈര്യമാണ് മൃത്യുഞ്ജയ മന്ത്രം. ധൈര്യം. അതെ, കുതികാല് ഇടുപ്പിൽ വെച്ച് അമർത്തുവിൻ. ധൈര്യം. മഹാരാജൻ. അയ്യോ, അപ്പാന്ന് പറയല്ലേ, അയ്യപ്പാന്ന് പറയൂ. ധൈര്യം. മൃത്യുഞ്ജയ. ഇവനാണ് നമ്മുടെ മൃത്യുഞ്ജയനല്ലേ? പുറകിൽ അവന്റെ തലമുടിക്കെട്ട് ആടുന്ന കണ്ടില്ലേ? എന്തൊരു നയന മനോഹരമായ കാഴ്ചയാണത്. ഇവനാണ് നമ്മൾ പറഞ്ഞ മൃത്യുഞ്ജയൻ. പുലി എന്നോടൊപ്പം പൂച്ചയെ പോലെയാ കളിക്കുന്നത്. അതാണ് സിനിമയുടെ മാജിക്, അല്ലേടാ മനോ? Meant for you? Meant, sir? നോ 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 നോ. അവൻ നല്ല ഉറക്കത്തിലാ. ശല്യപ്പെടുത്താൻ പാടില്ല. നമുക്ക് പോകാം. He's sleeping? Was my performance that bad? സർ, ഡിയിൽ കുറച്ച് വേണ്ട. പിന്നെ ടേബിളിൽ പോയി കാണാം. പോ.